വിഴിഞ്ഞം സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ട് സംഘടനകളുടെ FCI രജിസ്ട്രേഷൻ പുതുക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. കേന്ദ്ര ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 3 മാസത്തിനകം പുതിയ ഉത്തരവ് ഇറക്കാനും നിർദ്ദേശം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരമായിരുന്നു കേന്ദ്രം നടപടിയെടുത്തത്. ശബന KM നൽകും വിശദാംശങ്ങൾ. ശബന, എങ്ങനെയാണ് കോടതി നടപടി? കേരള സോഷ്യൽ സർവീസ് ഫോറം, സേവ് എ ഫാമിലി പ്ലാൻ എന്നീ 2 NGO-കൾ സമർപ്പിച്ച ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഈ അപേക്ഷകൾ പുതുക്കി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും ഹർജിക്കാർ ഗുരുതരമായ നിയമലംഘനങ്ങളോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗമോ നടത്തിയതായി രേഖകളിൽ വ്യക്തമല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ FCRI രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അപേക്ഷ പരിഗണിക്കണം എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ വിസമ്മതിച്ച നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് എന്നാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹർജിക്കാർക്ക് സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കാൻ അർഹതയുണ്ട്. പുതിയ ഉത്തരവ് വരുന്നതുവരെ ഹർജിക്കാരുടെ FCRI സർട്ടിഫിക്കറ്റിന് സാധുതയുണ്ടായിരിക്കും. ഇത് നിലവിൽ ലഭിച്ച ഫണ്ടുകൾ വിനിയോഗിക്കാൻ മാത്രമുള്ളതാണ്. പുതിയ ഉത്തരവ് വരുന്നതുവരെ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതിയില്ല. പക്ഷെ ഇവരുടെ ഈ അപേക്ഷ പരിഗണിക്കണം, വീണ്ടും 3 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണം എന്നാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതി കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം NGO-കളുടെ പ്രവർത്തനത്തെ തടസ്സം വരുത്തുന്ന രീതിയിൽ FCRI സർട്ടിഫിക്കറ്റുകൾ പുതുക്കി നൽകാത്തത് അത് അനുവദിക്കാൻ പറ്റില്ല. ഇത് വീണ്ടും പരിശോധിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്.